ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് രാഹുലിൻ്റെ അടുത്ത് ഷാരി പറയാണ്, ഇനിയിപ്പം നിങ്ങൾ പോയാലും ഞാനും കരയില്ല, എൻ്റെ മോളും കരയില്ല. രാഹുൽ ചോദിക്കുക, അവളെന്തെങ്കിലും അറിഞ്ഞോ? അപ്പോൾ ഷാരി, ഞാൻ അറിഞ്ഞതെങ്ങനെയാ? ചില സംശയങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ പുറകെ പോയി. അവസാനം അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു. അതുപോലെ അവളും ചിലപ്പോൾ അറിഞ്ഞു കാണും. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഒരുത്തിനെ പറ്റി അവൾ അറിയാത്തതെന്താ? മനോഹറിനെ പറ്റി അവൾ ഒന്നും അന്വേഷിക്കുന്നില്ല. ഇനിയിപ്പോൾ അവൻ പ്രശ്നക്കാരനെന്ന് പറഞ്ഞാലും അവളത് വിശ്വസിക്കത്തുമില്ല. അതല്ലെങ്കിലും ചില ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ പ്രേമിക്കുന്നത് കണ്ടിട്ടില്ലേ? പ്രേമിക്കുന്ന സമയത്ത് പയ്യൻ കഞ്ചാവ് അടിക്കും, മറ്റുള്ളവർ പെണ്ണുങ്ങളുടെ പിറകെ പോകും എന്നൊക്കെ പറഞ്ഞാലും അവരത് വിശ്വസിക്കുമോ? വിശ്വസിക്കത്തില്ല. പ്രേമം തലയ്ക്ക് പിടിച്ചാൽ അതങ്ങനെയാണ്. ഇപ്പം നമ്മുടെ മോളുടെ മുമ്പിൽ ദൈവം പോലും ഇല്ല, മനോഹർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ പറയുന്നതാണ് അവൾക്ക് വേദവാക്യം. ലോകത്തുള്ള സകല പെണ്ണുങ്ങളെയും കറക്കി വീഴ്ത്തിയ അവന് ഇതൊക്കെ തന്നെ സാധിക്കും. അല്ല, ഞാൻ നിങ്ങളോട് വളരെ മാന്യമായി ഒരു ചോദ്യം ചോദിക്കട്ടെ? സീരിയസ് ആയ ഒരു ചോദ്യം. ശരിക്കും ഇനി അല്ല നമ്മളെന്തിനാണ് ജീവിക്കുന്നത്? സ്വത്ത് പോയി, പെങ്ങളെന്തോ ആനമുട്ട വലിപ്പത്തിൽ തരുമെന്നും പറഞ്ഞു, അതും പോയി. അത് കേട്ട് രാഹുൽ പറയാണ്, പോയി എന്ന് നിന്നോടാരാ പറഞ്ഞേ? അതൊക്കെ ആരെങ്കിലും പറയേണ്ടതുണ്ടോ? പെങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? അതിന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രൂപയുടെ പോക്ക് കണ്ടാൽ ആർക്കായാലും മനസ്സിലാകത്തില്ലേ? ആര് വഞ്ചിച്ചാലും അവൾ എന്നെ വഞ്ചിക്കത്തില്ല. അവൾ മാത്രമാണിനി എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള പച്ചപ്പ്. ആര് ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുകയാണ്, മണ്ടന് കയ്യും കാലും വെച്ച് നടക്കുക. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ രൂപ മകളോടും മരുമകനോടുമായിട്ട് പറയാണ്, കിരണും കല്യാണിയും പുറപ്പെട്ടിട്ടുണ്ട്, അവരുടെ കൂടെ താരയും ഉണ്ട്. അത് കേട്ട് സോണി പറയാണ്, വരട്ടെ, എല്ലാവരും വരട്ടെ. അത് കേട്ടിട്ട് ആൽബി പറയാണ്, ആൻറ്റിയെ കൂടി വിളിക്കുന്നില്ലേ? വിളിക്കണം. അപ്പോഴാണ് രൂപയ്ക്ക് ഫോൺ വന്നത്. എന്നിട്ട് ഫോണെടുത്ത് രൂപ പറയാണ്, എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നത്? ദേ വിളി വന്നു. അപ്പോൾ സോണി, എടുക്ക് അമ്മേ. എന്നിട്ട് രൂപ ഫോൺ എടുത്തിട്ട് പറയാണ്, ഹലോ ഏട്ടാ. എന്തായി രൂപേ? അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കിരണും കല്യാണിയും അങ്ങോട്ട് പോയിട്ടുണ്ട്. രാഹുൽ പറയാ, ഞാൻ കണ്ടു അവരിവിടുന്ന് ധൃതിയിൽ പോകുന്നത്. നീ പോയില്ലേ? ഇല്ല, ആ സമയത്ത് കമ്പനിയിലെ ഡ്രൈവർ ഇവിടെ വന്നിരുന്നു. കാറും കൊണ്ട് കിരൺ പറഞ്ഞിട്ട് വന്നതാ. അയാളും 1-2 ആളുകളും കൂടിയാ ചന്ദ്രസേനെ കൂട്ടിക്കൊണ്ടുപോയത്. രാഹുൽ ചിരിച്ചുകൊണ്ട് പറയാണ്, നീയും കൂടി പോകണമായിരുന്നു. എനിക്ക് കൂടുതൽ അഭിനയിക്കാൻ വയ്യ ഏട്ടാ, അതുകൊണ്ടാണ് പോവാതിരുന്നത്. ശരി, ഉള്ളിൽ ചെന്നത് മാരകമായ വിഷമാണ്. അതുകൊണ്ട് ബോഡി നേരത്തെ വീട്ടിലെത്തും. ഞാൻ ഉടനെ എത്തിക്കോളാം. പെട്ടെന്ന് വരണേ, ഞാൻ കാത്തിരിക്കുക. രാഹുൽ ഫോണും വെച്ച് ചിരിക്കുകയാണ്. സോണിയോട് പോയിട്ട് രൂപ പറയാണ്, അച്ഛൻ്റെ ബോഡി കാണാൻ അയാൾ ഉടനെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ്. അത് കേട്ട് ആൽബി പറയാണ്, ഇങ്ങനെയുള്ളവരെ വിശ്വസിച്ചിട്ടാണല്ലോ ആൻറ്റി അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത്. അതൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കല്ലേ മോനെ. എപ്പോഴും അതേപ്പറ്റിയൊക്കെ പപ്പ സംസാരിക്കാറുണ്ട്, ആൽബി പറയാം. അങ്കിളുള്ള മിക്ക സമയത്തും അച്ഛൻ ഈ കാര്യം സംസാരിക്കാറുണ്ട്, അങ്കിളുടെ ചതിയെപ്പറ്റി. ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞ് കരയൊക്കെ ചെയ്യായിരുന്നു. അതൊക്കെ എപ്പോഴും പപ്പയും അമ്മയും പറയാറുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്. നമ്മൾ മക്കളേക്കാൾ മുമ്പേ ആൽബിച്ചായനും ആൽബിച്ചായൻ്റെ വീട്ടുകാരും അത് മനസ്സിലാക്കി. എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന്. സോണി കരഞ്ഞുകൊണ്ട് പറയാണ്, നമ്മളൊക്കെ അതറിയാൻ ഒരുപാട് വൈകിപ്പോയി അമ്മേ. അതുകൊണ്ട് തന്നെ അച്ഛന് 10-25 വർഷം നഷ്ടമാവുകയും ചെയ്തു. ഇപ്പോൾ പറയാണ് വിഷമത്തോടെ, അതൊന്നും ഇനി ഓർമ്മിപ്പിക്കണ്ട. ഈ വീട്ടുമുറ്റത്ത് വെച്ചാണ് രാഹുലിനൊപ്പം ചേർന്ന് ഞാനെൻ്റെ ചന്ദ്രനെ ആട്ടിപ്പായിച്ചത്. ഇതിന് വ്യക്തമായ മറുപടി കൊടുക്കുന്ന ദിവസമാണിന്ന്. അവനെ വിസ്തരിക്കുന്ന ദിവസം. രാഹുലാണെങ്കിലോ അവിടെ ഇരുന്ന് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഈ സമയത്ത് മനോഹറും സരയും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രാഹുലിൻ്റെ ചിരി കണ്ട് പറയാണ് മനോഹർ, ഈ പേപ്പട്ടികൾക്കൊക്കെ പേ ഇളകുന്ന സമയം ചൂട് സമയമാണെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതുപോലത്തെ എന്തോ ഒരു പേയാണ് നിൻ്റെ അച്ഛന്. ഇരുന്ന് ചിരിക്കുന്നത് കാണുന്നില്ലേ? മനോഹറും സരയും വന്ന് അടുത്ത് നിൽക്കുന്നത് പോലും കാണാതെ ശ്രദ്ധിക്കാതെ രാഹുൽ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മനോഹർ കൈനോട്ടിട്ട് വിളിക്കുകയാണ്, ഹലോ. അപ്പോൾ രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രസേനൻ പോയി, ഇനി അടുത്തത് ഇവനാ.
മനോഹർ ചോദിക്കുക, എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് ഇതുവരെ കാണാത്തതുപോലെ? ഓ, രാഹുൽ എണീറ്റ് പറയാണ്, നിന്നെ ഞാൻ ഒരുപാട് കണ്ടതല്ലേടാ. അപ്പോഴേ മോളെ, ഇന്ന് ഞാൻ വിളിക്കുമ്പോഴേ ഇവനെയും കൂട്ടി നീ ഒരിടത്ത് വരണം. എവിടെ? സരയു ചോദിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു മരണത്തിൽ പങ്കെടുക്കേണ്ടി വരും. അത് കേട്ട് മനോഹറും സരയും ഞെട്ടുകയാണ്. എന്നിട്ട് സരയു ചോദിക്കുകയാണ്, അച്ഛൻ്റെ ആണോ? അങ്ങനൊന്നും പറയാതെ മോളെ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല. മനോഹർ പറയാണ്, ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അത് കേട്ട് രാഹുൽ, നീ ചിന്തിച്ചില്ലെങ്കിലും ശരി, നിനക്കധികം ആയുസില്ല. നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലുവടാ. അയ്യോ പറയാ, നിർത്ത്. ഓരോരോ വട്ട് മനസ്സിൽ കൂട്ടി വെച്ചിട്ട് നീ മനുവേട്ടൻ്റെ നേരെ തിരിഞ്ഞിരിക്കുക. അച്ഛൻ പതുങ്ങി നടക്കുന്നത് വെറുതെയല്ല മോളെ. ഒരവസരം കിട്ടിയാൽ അച്ഛൻ്റെ മറ്റൊരു മുഖം എല്ലാവരും കാണേണ്ടി വരും. അത് കേട്ട് മനോഹർ പറയാണ്, രാവണനാ? ഒരു മുഖവും ഒരുപാട് തലയും ഉണ്ട്. തലയു അത് ശരിയാ. ആ തലയിലുള്ളത് മുഴുവൻ തല തിരിഞ്ഞ പ്രവൃത്തികളാണ്. അതിൻ്റെ ബല ഇപ്പോൾ ഞാനും അമ്മയൊക്കെ അനുഭവിക്കുന്നത്. നിൻ്റെ എല്ലാ പരാതികൾക്കും ഞാൻ പരിഹാരം കാണും മോളെ. നീ ആഗ്രഹിച്ചത് കിരണും കല്യാണിയും കരയുന്നത് കാണാനല്ലേ? അത് മോള് ഉടനെ കാണും. നേരിട്ട് അത്തരം കാഴ്ചകൾ മോൾക്ക് അച്ഛൻ കാണിച്ചു തരും. രാഹുൽ പോയി കഴിഞ്ഞപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, എന്താ അങ്ങേരുടെ മനസ്സിൽ? അത് കേട്ട് സരയു, എനിക്കറിയത്തില്ല. അന്ന് കിരണിനെ കൊല്ലാൻ മോള് കൊട്ടേഷൻ കൊടുത്തതുപോലെ ഇങ്ങേര് ആരെയെങ്കിലും കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തുവാണോ? അല്ല, ചിലപ്പോൾ ഒരു മരണത്തിൽ പങ്കെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഒന്നും അറിയില്ല മനുവേട്ടാ. അങ്ങേര് കൊട്ടേഷൻ കൊടുത്തെങ്കിൽ അവർ തന്നെ ഇയാളെ തല്ലും. അങ്ങനെയാ ഇപ്പോഴത്തെ പോക്ക്. അത് ശരിയാ. സരയു പിന്നെ ശാരിയുടെ അടുത്ത് പോയിരുന്നിട്ട് ചോദിക്കുക, അമ്മയുടെ കെട്ടിയോന് വട്ടായോ? എന്താ മോളെ, വെറുതെ ഓരോരോ പിച്ചും പേയും പറയുന്നുണ്ടല്ലോ. അത് തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. വീണ്ടും ഷോക്ക് കൊടുക്കണമെന്നാണ് തോന്നുന്നത്. ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് വിളിക്കുമ്പോൾ നമ്മളും അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രൂപ വിളിക്കുന്നത് അവളുടെ ഭർത്താവിനെയും മോനെയും കൊണ്ട് അയാളെ അടിച്ച് പഞ്ചറാക്കാനിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മനുവേട്ടനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അയാൾക്ക് മാത്രം അതൊന്നും മനസ്സിലാവുന്നില്ല. ഇതുപോലൊരു പൊട്ടനെയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത്. പൊട്ടനൊന്നുമല്ല, ബുദ്ധിമാനാ. സ്വന്തം തെറ്റ് ചന്ദ്രസേൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെട്ട ആളല്ലേ. അത് സരയു പറഞ്ഞപ്പോൾ ഷാരി ഒന്ന് ഞെട്ടി. ഷാരി മെല്ലെ അവിടുന്ന് എണീറ്റ് എന്നിട്ട് ചിന്തിക്കുകയാണ്, ഈശ്വരാ, ഇതൊക്കെ ഇവൾ അറിഞ്ഞോ? എന്താ അമ്മ ആലോചിക്കുന്നേ? ചന്ദ്രസേനൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പകല് പോലുള്ള സത്യമല്ലേ. അതിനി ആൻറ്റിയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അച്ഛനെന്ന് പറയുന്നയാളെ ഉപ്പിലിടും എന്നുള്ള കാര്യം ഉറപ്പാ. എന്തു ചെയ്യാനാ, ഒരു സമയത്ത് രാജാവിനെ പോലെ ഇരുന്ന മനുഷ്യനാ. പക്ഷേ ഇന്നൊരു ഭൃത്യൻ്റെ വില പോലും ഇല്ല. ഇപ്പം എനിക്ക് ആകെ ഒരു ആശ്രയമുള്ള മനുവേട്ടന് എന്നെയും പിരിക്കാൻ നടക്കുക. അച്ഛൻ മാത്രമല്ല, അമ്മയും അങ്ങനെ തന്നെയാ. ഇതുപോലൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മോളെ. ആരോട് എന്ത് പറയണം എന്നറിയാതെ നടക്കുക ഞാൻ. അനന്തരവനെയും എന്നെയും ഒരുമിപ്പിക്കാൻ നോക്കാതെ അനന്തരവനെ ഒഴിപ്പിക്കാൻ പറ അയാളോട്, കല്യാണിയുടെ ജീവിതത്തിൽ നിന്ന്. അയലത്തുനിന്ന് അവനും അവളും കൂടെ ചിരിക്കുന്നതല്ലേ നമ്മളെല്ലാം കാണുന്നത്. പകരം അവൾ കിടന്ന് കരയട്ടെ, നെഞ്ചത്തടിച്ച് കരയട്ടെ അവൾ. അതിനുള്ള അവസരം ഇനി ഉണ്ടാക്കേണ്ടത്. ആൽബി അങ്ങനെ ഒരിടത്ത് വെറുതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് രൂപയും സോണിയും അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് സോണി പറയാണ്, ചാരുമോള് അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. രൂപ പറയാ, ആൽബിയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ നല്ല ആകാംക്ഷയുണ്ട്. അപ്പോൾ സോണി പറയാണ്, അതെല്ലാം നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാം. അപ്പോഴാണ് ഒരു കാറ് വന്നവിടെ നിർത്തിയത്. അതിൽ നിന്നും കല്യാണിയും കിരണുമാണ് ഇറങ്ങിയത്. കൂടെ താരേൻ്റെയും ഉണ്ട്. താരയെ രൂപ സ്നേഹിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇന്നത്തെ താരം താരേൻ്റെയാ. സോണി എല്ലാവരോടുമായിട്ട് പറയാണ്. രൂപ പറയാണ്, ഇന്ന് ഇവിടെയാണ് താരെ കോടതി. ആ കോടതിയിൽ ആൻറ്റിയുടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങളുണ്ട്. സോണി പറയാം. രൂപ പറയാ, അതെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ താര ഇവിടെ നിന്നാൽ മതി. നീ ചന്ദ്രേട്ടനും ഇവിടെ കാണും. അപ്പോൾ കിരൺ പറയാണ്, അതല്ലെങ്കിൽ ഞാൻ ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ടമ്മേ, അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന്. അത് നല്ല ഉറപ്പുള്ള വീടാ. അവിടെ അമ്മയെ കൊല്ലാനായിട്ട് മകൾ വരില്ല. അപ്പോൾ എന്തൊക്കെയാ താരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്? പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ അവസാന ദിവസമായി ഇന്ന്. നമ്മളെ എല്ലാവരെയും വേർപിരിച്ച വേദനിച്ച ഒരുത്തൻ്റെ പതന ദിനമാണിന്ന്. നമ്മളെല്ലാവരും ഇന്ന് കാണാൻ പോകുന്നത്. 10-20 വർഷം ഞാനും ചന്ദ്രേട്ടനും തമ്മിൽ രണ്ടായി കഴിഞ്ഞെങ്കിൽ
അത്രയും കാലം സ്വന്തം കുഞ്ഞിനെ തേടി അലഞ്ഞവളാണ് നീ. അതിനൊക്കെ നിനക്ക് എന്ത് വേണമെങ്കിലും അവനെ ചെയ്യാം. എൻ്റെ വിശ്വാസം നേടിയിട്ട് എൻ്റെ ചങ്ക് തകർക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് അവൻ. ആൽബി പറയാതെ കേട്ടിട്ട്, അതിനൊക്കെ സാക്ഷികളാവാനാ ഞങ്ങളും വന്നത്. വാ താരെ അകത്തേക്ക് എന്ന് പറഞ്ഞ് താരയെ രൂപ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ്. കല്യാണിയും കിരണും എല്ലാവരും അകത്തേക്ക് പോവാണ്. രാഹുൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒടുവിൽ അവിടെ ഇരുന്നു. അതിനുശേഷമാണ് മെസ്സേജ് വന്നത്. രൂപയുടെ മെസ്സേജാണല്ലോ. ചേട്ടാ, അയാൾ പോയെന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞു. രാഹുലിന് പിന്നെ നിയന്ത്രണം വിട്ടു ചിരിക്കുകയാണ്. അട്ടഹാസിച്ച് ചിരിക്കുകയാണ്. അത് കേട്ടിട്ടാണ് ഷാരിയും സരിയും ഒക്കെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്താ മോളെ ഇയാൾക്ക് പറ്റിയത് എന്നുള്ള രീതിയിലാണ് ഷാരി സരിയുവിനോട് ചോദിക്കുന്നത്. ഇതെന്താ മനുഷ്യ, വീണ്ടും ഷോക്ക് കൊടുക്കേണ്ടി വരുമോ? കൊടുക്കേണ്ടി വരും. എനിക്കല്ല, മറ്റു പലർക്കും. അല്ല, എന്താ നിങ്ങൾക്കിത്ര സന്തോഷം? എൻ്റെ സന്തോഷം എന്താണെന്നൊക്കെ ഇത്തിരി കഴിയുമ്പോൾ വിളിച്ച് പറയും. ആ സമയത്ത് നിങ്ങൾ രണ്ടാളും കരയാനുള്ള തയ്യാറെടുപ്പോടെ അങ്ങോട്ട് എത്തിയേക്കണം. രൂപയുടെ വീട്ടിലേക്ക്. ഷാരിക്ക് ദേഷ്യം വരികയാണ്. ഷാരി പറയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ മനുഷ്യ. മണ്ടത്തരല്ലാതെ നിങ്ങളൊന്നും ചെയ്യില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് നിനക്കൊക്കെ മനസ്സിലാവും ഞാനൊരു മണ്ടനല്ലെന്ന്. അപ്പോൾ സരയു പറയാണ്, മണ്ടനൊന്നുമല്ല, അതിബുദ്ധിമാനാ. പക്ഷേ ആ ബുദ്ധി ചില നേരത്ത് തിരിഞ്ഞു കൊത്തുന്നുണ്ട് എന്ന് മാത്രം. മോൾ ആഗ്രഹിച്ചതുപോലുള്ള രീതിയിലുള്ള ജീവിതം മോൾക്ക് കിട്ടാൻ പോവാ. ഞാൻ ആഗ്രഹിച്ച ജീവിതമാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഭർത്താവിനൊപ്പമുള്ള ജീവിതം എനിക്ക് സന്തോഷകരമാണ്. അതിനിടയിൽ ചില കരടുകളുണ്ട്. ആ കരടുകളിൽ പെടുന്നയാളാണ് എൻ്റെ അച്ഛൻ. നീ എന്നെക്കൊണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഈ ദിവസം നമ്മൾക്ക് എല്ലാ വർഷവും ആഘോഷിക്കണം. ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. നമ്മൾ ബർത്ത്ഡേയും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിക്കുന്നത് പോലെ എന്നും നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കേണ്ട ദിവസം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ചത്തുപോയല്ലോ, പിന്നെ എന്താ നിങ്ങൾക്കിത്ര സന്തോഷം? കൂട്ടത്തിൽ ഒരാൾ കൂടി ചത്തുപോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? മോളെ, ഇയാൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ട് വിളിച്ച് പറയാട്ടോ. ഇന്നലെ വരെ ഞാൻ സ്വപ്നം കണ്ടത് ഇന്ന് സത്യമായിരിക്കുക. അയ്യോ, ദേഷ്യത്തോടെ നോക്കുകയാണ്. അപ്പോൾ രാഹുൽ, അത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളങ്ങ് എത്തിയേക്കണം രൂപയുടെ വീട്ടിലേക്ക്. അതും പറഞ്ഞ് രാഹുൽ സന്തോഷത്തോടെ ഇറങ്ങാം. സരയുവിനോട് ഷാരി ചോദിക്കുക, ഇങ്ങേർക്കിത് എന്താ പറ്റിയത്? തിരിച്ചു വരുമ്പോൾ അറിയാം എന്താ പറ്റിയെന്ന്. ചിലപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അടിയും കൊണ്ടിട്ടായിരിക്കും വരുന്നത്. ഓ, എന്തെങ്കിലും ആവട്ടെ. രാഹുൽ നേരെ റീത്ത് വാങ്ങാൻ വേണ്ടിയാണ് പോയത്. കുറച്ചുകൂടി ഭംഗിയൊക്കെ ആകാമായിരുന്നു. പിന്നെ റീത്തിൻ്റെ പൈസയും കൊടുത്ത് റീത്തുമായിട്ട് രാഹുൽ പോവുകയാണ്. രാഹുൽ റീത്ത് ബാക്ക് സീറ്റിൽ വെച്ച് അടച്ചു. അതിനുശേഷം മുൻ സീറ്റ് തുറക്കുകയാണ്. അപ്പോഴാണ് പ്രകാശൻ പിന്നിൽ നിന്ന് വിളിക്കുന്നത്. എടാ രാഹുലേ. രാഹുൽ പറയാണ്, ഏതായാലും കണ്ടത് നന്നായി. നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. പ്രകാശനോട് പറയാം, നമ്മുടെയൊക്കെ പൊതുശത്രു തീർന്നു. ആര്? അവൻ തന്നെ, ആ ചന്ദ്രസേനൻ. അത് കേട്ട് പ്രകാശനൊന്ന് ഞെട്ടി മനസ്സിൽ എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.